ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്നരുളി ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂ അണിയുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. വചനം കേട്ട് പൂ അണിയണം. വചനം കേട്ട് പൂ അണിയണം. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വർക്കിച്ചൻ അരുവിത്തറ എന്ന സ്ഥലത്ത് നിന്ന് ഈ സാക്ഷ്യം നമുക്കായി എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബം മുഴുവനും കഴിഞ്ഞ നവംബർ മാസം 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ അട്ടപ്പാടി ടീം നടത്തിയ വചന പ്രഘോഷണത്തിൽ പങ്കുചേർന്നു. 6 വർഷമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ രോഗമായിരുന്നു അസിഡിറ്റി വഴിയുള്ള അൾസർ. എനിക്ക് മധുരമില്ലാത്ത ഒരു ഭക്ഷണവും കഴിക്കത്തില്ലായിരുന്നു. എൻ്റെ രോഗവിവരങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ ഒരു പേജ് മതിയാവുകയില്ല. അത്രമാത്രം രോഗം ചുമന്നുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ധ്യാനത്തിൽ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ഓരോ വചനങ്ങളും എൻ്റെ കാതിലേക്ക് പതിച്ചപ്പോൾ ദൈവത്തിനൊരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. മാത്രമല്ല, ഒരു അടുക്കള ഇല്ലാത്തതിൻ്റെ വിഷമം 28 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം കേട്ട് പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി പുനരാരംഭിക്കാൻ സാധിച്ചു. അടുക്കള മാത്രമല്ല, വീടും കൂടുതൽ സൗകര്യമുള്ള വിധത്തിൽ പരിസരങ്ങളെല്ലാം പുതുക്കി പണിത് ഇന്ന് വളരെ മനോഹരമായി ഞങ്ങൾ പുതിയ ഭവനത്തിലിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മകൻ, ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു മകൻ 28 വർഷമായി ഒരു അടുക്കള ഇല്ലാത്തതിൻ്റെ വേദനയിൽ, അങ്ങനെ തടസ്സങ്ങൾക്ക് മേൽ തടസ്സം അനുഭവിച്ച് വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, 6 വർഷമായി അസിഡിറ്റി നിമിത്തം ഭക്ഷണ മേഖലകളിൽ വളരെ ക്ലേശം അനുഭവിച്ചിരുന്ന ഒരു ദൈവ പൈതലാണ് ഇന്ന് നമ്മളുമായിട്ട് അനുഭവം പങ്കുവെക്കുന്നത്. ഇവരെന്താ ചെയ്തത്? ഇവർ 5 ദിവസം നീണ്ടു നിന്ന വചന പ്രഘോഷണത്തിൽ പങ്കുചേർന്ന് ആ വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചു. മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. കുടുംബത്തിൽ തടസ്സമായി നിരുന്ന തടസ്സങ്ങൾ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് ദൈവ മക്കളോട് പങ്കുവെക്കുകയാണ്. എൻ്റെ വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തെ ഒരുക്കട്ടെ. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആത്മാവും ജീവനുമായ സർവശക്തമായ വചനങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ ഇടവരുത്തണമേ. അതിന് തടസ്സമായി ഈ കുടുംബങ്ങളിൽ, ഈ വ്യക്തി ജീവിതങ്ങളിൽ കാലങ്ങളായി ഇവരെ മൂടുപടം അണിയിച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വചനം വഴി അത്ഭുതങ്ങൾ ഇന്ന് ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകർക്ക് ദൈവവചനം കേൾക്കുന്നത് കൊണ്ട്
എന്താണ് സ്വർഗം ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് പരിജ്ഞാനം ഇല്ല. അതുകൊണ്ട് കേൾക്കാൻ ഇമ്പമുള്ളതും കണ്ണിന് കൗതുകകരമായ മറ്റനേകം പ്രോഗ്രാമുകൾ ദൈവവചനം ടി വിയിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് അനേകം ചാനലുകളിലേക്ക് ഇതാ കളിക്കുട്ടികളെ പോലെ അനേകർ കുടുംബങ്ങളിൽ വ്യാപരിക്കുകയാണ്. ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ഒരുക്കിയിരിക്കുന്ന വചനപ്രഘോഷണത്തിൻ്റെ വിലയെന്ത്, ഗൗരവമെന്ത്, ഇതിലൂടെ ദൈവമായ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതിനെക്കുറിച്ച് അനേകർക്ക് ഇന്ന് പരിജ്ഞാനമില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 13, 14 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ, കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഇന്ന് അനേകർക്ക് ആഗ്രഹമുണ്ട്, ലില്ലി പോലെ പൂവണിയണം, സ്വപ്നങ്ങളെല്ലാം പൂവണിയണം, കുന്തിരിക്കം പോലെ സൗരഭ്യം പലർത്തണം, ജീവിതത്തിൽ അങ്ങനെ നന്നായിട്ട് വിജയം നേടണം, അങ്ങനെ വിജയം നേടി നല്ല ഉയർച്ചയിലിരിക്കണം അനേകർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലെ സ്ഥിതി എന്താണ്? മിക്ക പ്രവചനത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ മിക്ക പ്രവചനത്തിൽ 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതാ വചനം പഠിപ്പിക്കുകയാണ്, നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല, ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല, നീ നീക്കിവെക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല, സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും, നീ വിതയ്ക്കും എന്നാൽ കൊയ്യുകയില്ല, നീ ഒലുവാട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല, നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല, കാരണം നീ ഓമ്രിയുടെ അനുശാസനങ്ങൾ പാലിച്ചു, ആഹാബ് ഭവനത്തിന്റെ ചെയ്തികൾ നീ അനുവർത്തിച്ചു, അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നീ വ്യാപരിച്ചു. പ്രിയ ദൈവ പൈതലെ, ചിന്തിച്ചു നോക്കുക, ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താ? ഇന്ന് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? നീ അനുധാവനം ചെയ്യുന്ന അനുശാസനങ്ങൾ ആരുടേതാണ്? നീ അനുധാവനം ചെയ്യുന്ന ഉപദേശങ്ങൾ ആരുടേതാണ്? നീ ദൈവമായ കർത്താവിന്റെ ഉപദേശത്തെ കേൾക്കുന്നുണ്ടോ? ലോകപ്രകാരമുള്ള ഉപദേശം, തന്നിഷ്ടപ്രകാരമുള്ള ചിന്തകൾ, നീ സ്വന്തം ആലോചനയെ പിന്തുടർന്നാണ് നിന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ വേണ്ടി നീ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എവിടെയാ വായിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിൽ 65-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. സ്വന്തം ആലോചനകൾ പിന്തുടർന്ന് കലഹപ്രിയരായി ദൈവത്തോട് മത്സരിച്ച് തന്നിഷ്ടത്തിൽ മുഴുകി തൻ്റെ ഇടം കാണിക്കുന്ന ഒരു ജനത്തിന് നേരെ ദൈവം പറയുകയാണ്, ഇതാ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ 2 കരങ്ങളും നീട്ടിപ്പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? മക്കളെ വരിക, എൻ്റെ വാക്ക് കേൾക്കുക, മക്കളെ വരിക, എൻ്റെ ഉപദേശത്തെ അനുസരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ വിളിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ വചനം കൊടുക്കുന്നത്? ദൈവത്തിന് ഒരു കാര്യം അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിന്റെ ഉപദേശം കേട്ട് ഞാനും നിങ്ങളും ഉയരങ്ങളിലേക്ക് പോയാൽ ഈ വാണക്കുറ്റി മുകളിലേക്ക് പോകുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് പോകും, ഉയരത്തിലേക്ക് അങ്ങോട്ട് ചെല്ലും, അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടും, പിന്നെ ചാരമായി ഇന്നല്ലെങ്കിൽ നാളെ നിപതിച്ച് അഗാധത്തിലേക്ക് നിപതിക്കും. ഇത് സർവശക്തനായ ദൈവത്തിനറിയാം. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ഉയർച്ച എന്നെന്നും സന്തോഷകരമായിരിക്കാൻ, എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കാൻ ഇതാ ദൈവം സ്വർഗത്തിൻ്റെ വഴികളെ എനിക്ക് നിങ്ങൾക്ക് ഒരുക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ മേൽ ഒരു വിജയം ഉണ്ടാകാൻ, ഒരു തടസ്സത്തിൻ്റെ മേൽ ഒരു അത്ഭുതമായ ഒരു ഉയർച്ച ഉണ്ടാകാൻ, ജീവിതത്തിൽ പദ്ധതികൾ പൂവണിയാൻ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൻ്റെ വചനത്തെ ഞാനും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ആ വചനപ്രകാരം ജീവിതത്തെ പടുത്തുയർത്തണം. വചനമാകുന്ന പാറമേൽ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കണം. ഇതല്ലേ യേശു നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത്? യേശു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ പറയാം. അവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന് സദൃശൻ തന്നെ.
പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 13, 14 തിരുലിഖിതങ്ങൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്ക പോലെ സൗരഭ്യം പലർത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ വചനത്തിന്റെ വഴിയെ നടന്ന അത്ഭുതങ്ങളെ കാണുന്നുണ്ട്. ഇതാ ഞാനൊരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവര് കോഴിക്കോട് നിന്നാണ് ഇവരുടെ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ പേര് മഞ്ജു, എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജിൻഡോ, മകന്റെ പേര് സാവിയോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 വർഷത്തോളമായി ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും അവർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ അവലംബിച്ചു. പക്ഷേ ഒരു കുഞ്ഞില്ലാതെ ഞങ്ങൾ കണ്ണുനീരിലും പ്രലാപത്തിലുമായി. അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടിയുള്ള കാഹളം മുഴങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 5 ആഴ്ചകളിൽ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ പോയി ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കേട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, 2008 മാർച്ച് മാസം ആയപ്പോൾ 5ാമത്തെ ആദ്യ വെള്ളിയാഴ്ച പൂർത്തിയായ ആ മാസത്തിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ ഉദരത്തിൽ ഒരു ശിശു രൂപം കൊണ്ടിരിക്കുന്നതായി ഡോക്ടർമാർ വിധിയെഴുതി. ഞങ്ങൾക്ക് വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അട്ടപ്പാടിയിൽ കൊടുന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ ഫോട്ടോ അയച്ച് ഞങ്ങൾ അവന് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. ഇതാ നോക്കുക, ആ കുടുംബം വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ കണ്ണുനീരിലിരിക്കുകയായിരുന്നു. ഒരുപാട് സ്ഥലത്തേക്ക് ഓടി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, ആ ചികിത്സ ഈ ചികിത്സ, ആ ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ്, ആ ഉപദേശം ഈ ഉപദേശം, നിരാശ മാത്രം ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി അവരെ പരിശുദ്ധാത്മാവ് വിളിച്ചത്. അവർ വചനം കേട്ടു. 5 മാസം അടുപ്പിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് ദൈവത്തിന്റെ വചനം കേട്ടു. വചനം ആ കുടുംബത്തിൽ ഒരു അത്ഭുതം അങ്ങോട്ട് ചെയ്തു കൊടുത്ത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42 അധ്യായത്തിൽ 15 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42:15 കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇതാ ഈ കുട്ടി പൊൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തൻ്റെ അനുഭവം എഴുതി അറിയിച്ചിരിക്കുന്നത്.